കഴിഞ്ഞ സൺഡേ നമുക്കിവിടെ തറവാട്ടിൽ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വൈകുന്നേരമുള്ള ചായ കൊണ്ടുപോവാണ്. ഏട്ടൻ്റെ പ്രാവും കൂടൊക്കെ പൊളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് പൊളിച്ചതല്ല, കുറച്ചായിട്ട് ഏട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂട്. ഇപ്പം ഇന്ന് ലാസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ച ലാസ്റ്റുള്ള കൂടും ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോയി. അപ്പം ഇനിയുള്ള പരിപാടി പണ്ടത്തെ പോലെ ആക്കിയെടുക്കണം. മേലെ ഇത് വീഡിയോസിൽ അത്ര കാണുന്നില്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട്, അതങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ട്. പൂപ്പെല്ലാം കൂടി ആയിട്ട് ഇവിടെ മഴ പെയ്ത സമയത്ത് നല്ല വഴുക്കായിരുന്നു കേട്ടോ. കയറാൻ നല്ല പാടായിരുന്നു, നടക്കാനേ പറ്റില്ല. വെച്ചാൽ വഴിക്ക് വീഴുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഇല്ലല്ലോ, അപ്പോൾ വെയിലപ്പം അങ്ങോട്ട് ഉദിച്ചപ്പോൾ ആ പൂപ്പെല്ലാം കൂടെ പൊളിഞ്ഞു വന്നിട്ട് അങ്ങനെ അതും പിന്നെ പ്രാവൻകൂട്ടത്തെ കുറേ ചണ്ടിയും അങ്ങനെ ഒരുവിധം വൃത്തിയാക്കാനായിട്ടുണ്ട്. എനിക്ക് പിന്നെന്താ അറിയില്ല, ഈ പരന്ന് കിടക്കുന്ന സ്ഥലം അടിച്ചു വരിക അങ്ങനത്തേനൊക്കെ വലിയ ഇൻട്രസ്റ്റ് ആട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ചാടി കയറിപ്പോയി. പിന്നെ മാസ്കോ അങ്ങനെ മുഖം കെട്ടൂല കേട്ടോ. അതോ സാധാരണ മൂക്കടപ്പോ അല്ലെങ്കിൽ ജലദോഷമായിട്ട് വരേണ്ടതാണ്, പക്ഷെ ഇത്തവണയൊന്നും ഉണ്ടായില്ല. ഞാനത് പ്രതീക്ഷിച്ചിട്ട് എനിക്ക് അറിയാൻ വരുന്നു, പക്ഷെ എന്നാലും എനിക്ക് കെട്ടാൻ തോന്നുന്നു. ഞാൻ അടിച്ചു കൊല്ലുന്ന കൂറാനായിട്ടോ, നല്ല രീതിയിൽ കൂറ വന്നിട്ടുണ്ട്. പിന്നെ അഗൂട്ടൻ അവിടെ ഇല്ല, അഗൂട്ടൻ വീട്ടിലിരുന്നു ഇന്നലെ. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ കൂടെ അങ്ങോട്ടേക്ക് ഇല്ല. ഞാൻ നന്നാണ്, എനിക്ക് സഹായമാണ്, പക്ഷെ സഹായത്തിനല്ല കേട്ടോ, ഷോർട്ട് ഉണ്ടെങ്കിൽ ഒരു രസമാണ് പണിയെടുക്കാൻ. അങ്ങനെ അമ്മയും അച്ഛനും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ നനയ്ക്കാൻ പോകാനുണ്ട്. അപ്പം ഞാൻ ഇവിടെ പണിയിൽ വന്ന് കണ്ടപ്പോൾ അതുപോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. പിന്നെ മൂപ്പര് ഇറങ്ങുന്നുമില്ല ഓരോ കൂടെ നനയ്ക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അച്ഛനും അമ്മയും അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ നമ്മളെ പ്രാവും കൂടൊക്കെ പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനമൊക്കെ നമ്മൾ ഒഴിവാക്കാണ്ട് കേട്ടോ, അല്ലാത്ത കുറച്ച് ഈ നെറ്റും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ താഴോട്ടേക്ക് എത്തിക്കാനുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അച്ഛനും അമ്മയും അകൂട്ടനും ഇവിടെ ഇറക്കി പോയിട്ടുണ്ട്. മൂപ്പര് വന്നപ്പോൾ തന്നെ വെള്ളത്തിലാട്ടോ കളിക്കുന്നത്. പ്രാവും കൂട് വൃത്തിയാക്കിയൊന്നും ആകൂട്ടനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ടിട്ടുണ്ട്, ഞാൻ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി കളയണ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, എന്താന്നൊക്കെ ചോദിക്കുകയുണ്ടായി. ഞാൻ വന്ന സമയത്ത് ഇവിടെ തെങ്ങുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലുണ്ടാവുക നല്ല വലിയ തേങ്ങയാണ്. ഇവിടെ വന്നതിന് ശേഷം തേങ്ങ പൊളിക്കാൻ തന്നെ പഠിച്ചത്. പക്ഷെ നമ്മളെ ഷീറ്റിലേക്ക് അങ്ങനെ തേങ്ങ വീഴുന്നതിൻ്റെ തെങ്ങ് മുറിച്ചിട്ടുണ്ടേനി. ഇതിപ്പോൾ ഏട്ടൻ തന്നതേനി, കുഞ്ഞ് തേങ്ങയാട്ടോ, അതുകൊണ്ട് പൊളിക്കാൻ കുറച്ച് പാടുണ്ടേനി. അങ്ങനെ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.